NCPയുടെ അധികാര ചുമതലകളെ പിടിച്ചെടുക്കാൻ പല നേതാക്കളും വെമ്പൽ കൊണ്ടെങ്കിലും സുനേത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി എന്ന് തുറന്നടിച്ചുകൊണ്ട് അജിത് പവാറിന്റെ വിശ്വസ്തരായിട്ടുള്ള 57 MLA-മാരും ഒറ്റക്കെട്ടായി നിന്നു എന്ന് വേണം പറയാൻ. ഉപതെരഞ്ഞെടുപ്പിൽ അവർ 2.25 ലക്ഷത്തിലധികം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തോടെ, അതായത് പോൾ ചെയ്തതിൽ 97% വോട്ട് നേടി ബാരാമതി എന്ന നിയമസഭാ മണ്ഡലം അവർ നിലനിർത്തി. എന്നാൽ ഇപ്പോൾ ആ MLA-മാരിൽ പലരും സുനേത്ര പവാറിനെ തഴയുന്ന, അല്ലെങ്കിൽ സുനേത്ര പവാറിന്റെ തെറ്റായ തീരുമാനങ്ങൾക്ക് മുഖം കൊടുക്കാത്ത രീതിയിലേക്ക് പോവുകയാണ്. അതിന് കാരണം അജിത് പവാറിന്റെ അമ്മാവനായിട്ടുള്ള ശരത് പവാറാണ്. അദ്ദേഹത്തിന്റെ NCP വിഭാഗത്തെ കോൺഗ്രസിൽ ലയിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഈ MLA-മാരെ പോലും അസ്വസ്ഥരാക്കുന്നത്. തങ്ങളുടെ പാർട്ടിക്ക് അധികനാൾ BJPയുമായി കൂടെ നിന്നുകൊണ്ട് പോകാൻ കഴിയില്ല. കയ്യാലപ്പുറത്തെ തേങ്ങയുടെ അവസ്ഥയാണ് എന്ന തിരിച്ചറിവിലേക്ക് പാർട്ടി MLA-മാർ എത്തുകയാണ്. 41ഓളം MLA-മാരാണ് സുനേത്ര പവാറിന്റെ പാർട്ടിക്കുള്ളത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം അജിത് പവാറിന് നൽകിയതിന്റെ തുടരവകാശം എന്ന രീതിയിൽ സുനേത്രയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും BJP അവരെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് MLA-മാർക്ക് തന്നെ വളരെ വ്യക്തമായി അറിയാം. അജിത് പവാറിന് കിട്ടിയിരുന്ന ആധിപത്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന പ്രാമുഖ്യവും ഒന്നും സുനേത്ര പവാറിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അജിത് പവാർ BJPയുമായി അടുക്കാനുണ്ടായ പ്രധാന കാരണം ഭയം കൊണ്ടാണ്. അദ്ദേഹം പല അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് ആകെ കുടുങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മരണം പോലും ദുരൂഹ സാഹചര്യത്തിലാണ് എന്ന വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവന പല പാർട്ടിക്കാരും പറഞ്ഞു. ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം വേണം, ഇതൊരു സ്വാഭാവിക മരണമായി കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളത് ആദിത്യ താക്കറെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമാണ്. സുനേത്ര പവാർ അധികാരം കിട്ടിയതിന് ശേഷം, അതായത് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അജിത് പവാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു പ്രതികരണവും നടത്തുന്നില്ല.